പ്രീമിയർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ തങ്ങളുടെ പ്രതിരോധ നിരയിലെ വിള്ളലുകൾ അടക്കുന്നതിനായി അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണ്. സെറ്റ്പീസ് പരിശീലകൻ ആരോൺ ബ്രിക്സിനെ ക്ലബ്ബ് സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് ഇതിൽ പ്രധാനം. സീസണിലെ ആദ്യ 18 മത്സരങ്ങളിൽ നിന്ന് മാത്രം 12 ഗോളുകളാണ് ഡെഡ് ബാൾ സാഹചര്യങ്ങളിൽ ലിവർപൂൾ വഴങ്ങിയത്. യൂറോപ്പിലെ പ്രധാന 5 ലീഗുകൾ എടുത്താൽ സെറ്റ് പീസുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങുന്ന ടീമെന്ന നാണക്കേടിലേക്കാണ് ലിവർപൂൾ വീണത്. ഇതുകൊണ്ടാവാം ഈ കടുത്ത തീരുമാനമെടുക്കാൻ ക്ലബിനെ പ്രേരിപ്പിച്ചതും. 2024 ജൂലൈയിൽ ലിവർപൂളിലെത്തിയ ആരോൺ ബ്രിക്സ് പരിശീലകൻ ആർനെ സ്ലോട്ടിന് കീഴിൽ കഴിഞ്ഞ സീസണിലെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ ഈ സീസണിലെ ടീമിന്റെ പ്രകടനം തികച്ചും വിപരീതമാണ്. സെറ്റ് പീസുകൾ നേരിടുന്നതിൽ പ്രതിരോധ നിര തുടർച്ചയായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് പ്രീമിയർ ലീഗിൽ കണ്ടത്. 12 ഗോളുകൾ വഴങ്ങിയപ്പോൾ മറുഭാഗത്ത് സെറ്റ് പീസുകളിൽ വെറും 3 ഗോളുകൾ മാത്രമാണ് ടീമിന് തിരിച്ചടിക്കാനായത്. ഈ അസന്തുലിതാവസ്ഥ ലിവർപൂളിന്റെ പോയിന്റ് പട്ടികയിലെ സ്ഥാനത്തെയും ബാധിച്ചിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ കോർണർ കിക്കുകളെ പ്രതിരോധിക്കുന്നതിലാണ് ലിവർപൂൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. സീസണിൽ വഴങ്ങിയ ഗോളുകളിൽ 7 എണ്ണവും കോർണർ കിക്കുകളിൽ നിന്നായിരുന്നു. ടീമിന്റെ പ്രതിരോധ കോട്ട കാക്കുന്ന നായകൻ വിർജിൻ വാൻ ഡെക്കും പരിശീലകൻ ആർനെ സ്ലോട്ടും സെറ്റ് പീസ് പ്രതിരോധത്തിലെ പോരായ്മകളിൽ നേരത്തെ തന്നെ പരസ്യമായി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഈ വലിയ വീഴ്ച വിനയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് മാനേജ്മെന്റ് ഇപ്പോൾ മാറ്റത്തിന് തയ്യാറാകുന്നത്. പുതിയ പരിശീലകനെ കണ്ടെത്തുന്നതുവരെ സെറ്റ് പീസ് ചുമതലകൾ ആർനെ സ്ലോട്ടിന്റെ കീഴിലുള്ള മറ്റു സപ്പോർട്ട് സ്റ്റാഫുകൾക്കായിരിക്കും. ജനുവരിയിലെ നിർണായക മത്സരങ്ങൾക്ക് മുൻപ് പ്രതിരോധത്തിലെ ഈ പഴുതുകൾ അടച്ച് കരുത്തോടെ തിരിച്ചുവരാനാണ് ലിവർപൂൾ ഒരുങ്ങുന്നത്.